റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുറഞ്ഞിരിക്കുന്നു. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. 9/4/2025 ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുറഞ്ഞിരിക്കുന്നു. കർഷകർക്ക് വളരെ നഷ്ടത്തിലാണ്. അവർ ഭയങ്കര വിഷമത്തിലും. കാര്യം ഇത്രയും വളമൊക്കെ ചേർന്ന് തൊഴിലാളികളെയൊക്കെ വെച്ച് കാടും വെട്ടിയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് ആവുന്നത്? ഇപ്പോൾ മഴ പെയ്തെങ്കിലും ശക്തമായ മഴയില്ലാത്തതുകൊണ്ട് റബ്ബർ വെട്ടാനും തുടങ്ങുന്നില്ല. നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് കിലോ 200-ഉം RSS-5 കിലോ 197-ഉമാണ്. ISNL 1 കിലോ 183-ഉം 60% DRC ഉള്ള ലാറ്റക്സ് 137.35-ഉമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS-4 കിലോ 200-ഉം RSS-5 197-ഉമാണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് 1 കിലോ 187-ഉം ലോട്ട് 1 കിലോ 179 മുതൽ 184 രൂപയാണ്. കേരളത്തിലെ റബ്ബർ വില നോക്കുമ്പോൾ RSS-4 കിലോയുടെ പുറത്ത് 2-ഉം RSS-5 കിലോയുടെ പുറത്ത് 3 രൂപ ആണ് ഇടിഞ്ഞിരിക്കുന്നത്. ISNL 2 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ലാറ്റക്സ് 60%, കിൻഡലിൻ്റെ പുറത്ത് 110 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി വിദേശത്തും റബ്ബർ വില കുത്തനെ കുറഞ്ഞു. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം RSS-4 കിലോ 192-ഉം RSS-5 189-ഉം ISNL 173 രൂപ 50 പൈസയാണ്. ഇനി 70% ഒട്ടുപാൽ നോക്കുമ്പോൾ വ്യാപാരി വില 1 കിലോയ്ക്ക് 109 മുതൽ 118 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വില നോക്കുമ്പോൾ RSS-4-ഉം 5-ഉം 2 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ISNL 1 രൂപ കുറഞ്ഞു. ഒട്ടുപാൽ 3 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില. ഇനി സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണം ഒരു പവൻ്റെ മുകളിൽ 480 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 1 ഗ്രാം, അതായത് 22 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8,225-ഉം 1 പവൻ 68,800-ഉം. അതേസമയം 24 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 8,973-ഉം 1 പവൻ 71,784 രൂപയാണ്. അതേസമയം കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് 715-ഉം ഗാർബിൾഡ് 735-ഉം പുതിയത് 705-ഉമാണ്. ഈ തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങയ്ക്ക് നാടൻ കിലോയുടെ പുറത്ത് 85-ഉം വെളിച്ചെണ്ണ മില്ലിലാട്ടിയത് ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക് 310 രൂപയാണ് ഓടുന്നത്. കൊപ്ര വില 177-ഉം കൊക്കോ വില 300-ഉം അടയ്ക്ക പുതിയത് 350 മുതൽ 400-ഉം പഴയത് 360 മുതൽ 420 രൂപയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ബിൽ ഗേറ്റ്സിൻ്റെ തൻ്റെ ജീവിത രീതികൾ. പുള്ളി പരീക്ഷയിൽ വളരെ പരാജിതനായിരുന്നു. പക്ഷേ അവരെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം നല്ല രീതിയിൽ വിജയിച്ചു. പക്ഷേ ബിൽ ഗേറ്റ്സ് ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഓണറുമായി ആ കൂട്ടുകാരെല്ലാം അവരെ അണ്ടറിൽ വർക്കിംഗ് ചെയ്യുന്നു. നന്ദി.